വീറ്റ് പൊറോട്ട ഉണ്ടോന്ന് ചോദിക്കോ? പൊറോട്ടയുടെ കറി എങ്ങനെയുണ്ട്? അമ്മയുടെ പെരുന്നാൾപ്പടി വന്നിട്ടുണ്ട്. അതെ, പെരുന്നാൾപ്പടിക്ക് എടുക്കണ എന്താന്നറിയാമോ? മീൻകറി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അതിന്റെ ഒരു കാരണം എനിക്ക് ദേഷ്യം വന്നാലോ മുള്ളൊക്കെ നോക്കി കഴിക്കണം. എന്നെ കൊച്ചുള്ളയാ സൂപ്പർ അല്ലേ? നമ്മള് കണ്ടില്ലേ അവിടെ കണ്ടതിരുന്ന ഒരു 2 കിലോ. പൂമീൻ എന്നാ പ്രശ്നം? മുള്ളുണ്ടോ? മീനിന്റെ ഹെഡിന് എന്നാ പ്രത്യേകത? പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തലക്കറി വേണ്ട. പക്ഷെ മമ്മി പറഞ്ഞത് വളരെ നല്ല പോയിന്റ്. അത് ലോകത്തിലെ ഏറ്റവും നല്ല മീൽസ് ആണെന്നും പറഞ്ഞു ചിലരൊക്കെ. ഇച്ചിരി ഉണ്ട് നോക്കിയ നല്ല രുചിയാ. ഇവിടെ ഒന്നുമില്ലല്ലോ എന്റെ ലൈറ്റ്. കിട്ടി. എന്റെ ലൈറ്റ് കാണാതെ പോയിട്ട് ഇപ്പൊ കിട്ടിയുള്ളൂ. വീറ്റ് പൊറോട്ട ഉണ്ടോന്ന് ചോദിക്കോ? ഉണ്ടെങ്കി അത് മേടിക്കോ? എന്നാ അവിടെ ഉണ്ടാക്കണ്ടാവൂല ചിലപ്പോ. പാക്കറ്റിലെ കാര്യം പറഞ്ഞതല്ല, മറ്റേത് പറഞ്ഞതാ. 5 എണ്ണം മതിന്നാട്ടോ പറഞ്ഞേ. പൊറോട്ട മാത്രമേ മേടിക്കാനുള്ളോ? വേറൊന്നുമില്ലേ? അപ്പൊ വേഗം വരുവോ? ആണോ? ഓ ലൈവാ അല്ലേ? അത് ശരി. അപ്പൊ ഇച്ചിരി സമയം എടുക്കുമായിരിക്കും അല്ലേ? അവർക്കതൊരു 10 മിനിറ്റ്. പൊറോട്ടയുടെ കറി എങ്ങനെയുണ്ട്? പിന്നെ എന്ത് വേണം? അതിന്നിപ്പോ ചോറിന്റെ കൂടെ തന്നെ ഇച്ചിരി കഴിച്ചിട്ട് നല്ല. അപ്പൊ വൈകുന്നേരം ആയപ്പോ ശരിക്കും അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. എന്നാ നോക്കണേ? അമ്മേനെ കാണാനില്ലല്ലോ. 5 എണ്ണം മതിന്ന് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഒരു പൊറോട്ടക്ക് എന്താ വില? മറ്റതിന് 20. അമ്മ എന്നെ 5 എണ്ണം പറഞ്ഞ, ഞാൻ 6 എണ്ണം പറയൂന്നാ വിചാരിച്ചേ. അമ്മ ഒരെണ്ണെങ്കിലും കഴിക്കുവോ? കഴിക്കല്ലേ? അതാണൊരു പ്രശ്നം. അമ്മയ്ക്ക് വയറിന് അത്ര സുഖകരമല്ലാത്തോണ്ടാണ് അമ്മ കഴിക്കില്ല എന്ന് പറഞ്ഞേട്ടോ. അപ്പൊ വരട്ടെ ഇനി. കിട്ടിയോ? വീറ്റ് കിട്ടിയോ? വീറ്റില്ലേ? അയ്യോ. ചൂടുണ്ടോ? അപ്പൊ തന്നെ ഉണ്ടാക്കി തരുവാ അല്ലേ? അത് ശരി. റോയലിന്നാ? നല്ല പൊറോട്ടയാ. വീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആയേനെ. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. പൊറോട്ട വന്ന് ഹാപ്പി ആയോ? അമ്മ കഴിക്കില്ലല്ലോ, ബില്ലും ഉണ്ട്. ഞാനത് ഇട്ട് വെക്കട്ടെ കേട്ടോ. കഴിച്ചോ? ഹാഫ് മതി. അമ്മയ്ക്ക് അത്ര പിടിച്ചില്ല അത്. ഫുള്ള്. അപ്പൊ കറിയായിട്ട് അല്ല, കറി വേണ്ട, ചുമ്മാ ഒരു ഹാഫ് അങ്ങനെ തിന്നാ മതി.
പ്ലേറ്റ് വെക്കട്ടെ കേട്ടോ. പ്ലേറ്റിൽ വെച്ചേച്ച് കാസർഗോഡിലേക്ക് വെക്കാം. നല്ല ചൂടായി പൊറോട്ട എപ്പോഴും ഒരു വികാരോമിറ്റിയാ. പക്ഷെ എപ്പോഴും ഒന്നും കഴിക്കണ നല്ലതല്ല. അതെ. ആ, അമ്മയുടെ പെരുന്നാൾപ്പടി വന്നിട്ടുണ്ട്. പെരുന്നാൾപ്പടിക്ക് ഇതൊക്കെ എടുക്കോളൂ. എപ്പോഴും അതെ, പെരുന്നാൾപ്പടിക്ക് എടുക്കണ എന്താന്നറിയാമോ? നമ്മളെപ്പോഴും ചൂടായിട്ടാ ചോറും ദോശ ചൂടോടുകൂടി തരും. കണയിന്ന് കുത്തിയിട്ട് തരും. പിന്നെ കുറുക്ക് നീ തന്നെ ഉണ്ടാക്കാറ്, റാഗി കൂവൊക്കെ. അത് പിന്നെ ഇതിലൊഴിച്ചു വെക്കാനും പറ്റില്ല. പറ്റൂല. അതിനൊഴിച്ചു വെക്കാൻ ചെറുത് 2 ഉണ്ടല്ലോ, അതൊക്കെ ഫ്രഷ് ഉണ്ടാക്കണില്ലേ? ചോറ് അന്നേരം വാർത്തെടുക്കണം. പിന്നെ എന്നാ ഇനിയിപ്പൊ ഇതൊക്കെ ഒന്ന് എടുക്കണ്ടേ? എന്തെങ്കിലും ഒരു ആവശ്യം, ഇങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോ എടുക്കും. അപ്പച്ചന്റെ അമ്മച്ചിയുടെ കുർബാനക്കൊക്കെ എടുക്കാറ്. അല്ലെ പിന്നെ ആരെങ്കിലും വരുമ്പോ നമ്മള് ഫുഡ് മേടിക്കുമ്പോ അതിലല്ലേ ഇട്ട് വെക്കാറ്. അങ്ങനെ എടുക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ളത്. അല്ലാതെ എടുക്കാറില്ല. ഇരിക്കുന്നു സന്നന. അപ്പൊ പറഞ്ഞ ലൈവായിട്ട് ഉണ്ടാക്കി തരുവാന്നാണ്. ലൈവാണ് അവിടെ. ഒരെണ്ണം പ്ലേറ്റിൽ വെച്ചേച്ച് വേറൊരു പ്ലേറ്റിലേക്ക് തിന്നാൻ തരാം. നല്ലതാപ്പേ, കാഴ്ച തന്നെ കുടിച്ചു നോക്കിക്കേ. ചൂടുള്ളതുകൊണ്ടാണ്. ആയിട്ടല്ലേ ആ, സൈഡിലങ്ങ് ഒഴിച്ചാ മതി. അതിന് വേറെ ബാത്റൂമേറ്റ വേണ്ട, ഒന്നിനും വേണ്ട. ഇപ്പൊ അമ്മ പറയാൻ പോണതാ അല്ലേ? മിണ്ടുന്നില്ല. ഇന്ന് ഉണ്ടാക്കി വെച്ചൊരു ചട്നി കേട്ടോ, അടിപൊളി സാധന. കറി ഒഴിച്ചു തരാം കേട്ടോ. ഇരിക്കുന്നു നമ്മുടെ കിടലൻ. അപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് കോമ്പിനേഷനാ പൊറോട്ട വിത്ത് ഫിഷ്, തേങ്ങ അരച്ച കറി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ കറി. തേങ്ങാപ്പാലാണിത്, അരച്ചതും അപ്പയ്ക്ക് താല്പര്യം. രണ്ടും ഇതിന്റെ കൂടെ കമ്പൈൻ ചെയ്യും. ഞാൻ ഉദ്ദേശം മുളകാറല്ല എന്നാണ്. കഴിച്ചു കഴിച്ചോ. പൊടിഞ്ഞു, അത് ഇപ്പൊ തന്നെ പൊടിഞ്ഞു. അതെ 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 അതെ. പൊടിയാത്ത കഷ്ണം തന്നെ ഇരുന്ന് പൊടിയണതാ അല്ലേ? പൊടിയാത്ത കഷ്ണം ഉണ്ട്. കഴിക്ക്. ഇനി വൈകിട്ട് അത്താഴത്തിന് പിന്നെ എടുക്കാം. ഈ കുഴഞ്ഞു പോവാതെയും പൊടിഞ്ഞു പോവാതെയും വളരെ വിഷമിച്ചത് കോരിയെടുക്കണം. നിങ്ങൾക്ക് 2 പേർക്കുള്ളതാട്ടോ ഈ വെച്ചേക്കണേ. ഞാൻ ഇതിൽ നിന്ന് എടുത്തോണ്ട് വന്നോളാം. പീസുകൾ ഇവിടെ ഇരിപ്പുണ്ടതേ. ഞാൻ പൊറോട്ട കഴിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കഴിക്കുന്നത് ഇതാ, ഏത് ബ്രെഡാ. ഞാനൊരു പൊറോട്ട ഇപ്പൊ കഴിച്ചു. എന്നാലും കൂടെ ഒരു പകുതിയെങ്കിലും കഴിക്കും. പകുതി വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ. പക്ഷി ഏതായാലും സമ്മതിച്ചു. കൂവണുണ്ട്. അപ്പൊ താളമൊക്കെ പിടിക്കണ്ടല്ലോ. ഇന്ന് സപ്പറിന്റെ ടേബിൾ മാറ്റ ഇട്ടേക്കണേ. എങ്ങനെയുണ്ട്? വലുതാ എടുത്തോളണോട്ടോ പ്ലീസ്. ഇല്ലേ, അവിടെ ഒന്ന് കഴിച്ചതുകൊണ്ട് ഒക്കെ ചെറുത് മതിയെന്ന് പറഞ്ഞേട്ടാ. എടുത്തോളണം എടുക്കുമ്പോ. ഇന്നത്തെ ഡിഷ് പൊറോട്ടയും, വാങ്ങിച്ച പൊറോട്ടയെന്ന് പറ. പൊറോട്ടയും പിന്നെ കരിമീൻ മൊപ്പാസുമാണ്. അപ്പോ എനിക്ക് അറിയില്ല, നിങ്ങൾക്ക് ഈ പൊറോട്ടയും കരിമീൻ മൊപ്പാസ് മീൻ കറി ആയിട്ടുള്ള കോമ്പിനേഷനാണ് പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഒരു കാരണം, ഈ പൊറോട്ടയ്ക്ക് തന്നെ ഒരു മട്ടിപ്പ് ടേസ്റ്റ് ഉണ്ട്. ഗോതമ്പിന്റെ അതിനൊക്കെ ഉണ്ടത്. ആ മട്ടിപ്പിന്റെ ടേസ്റ്റിന് നമുക്ക് വളരെ ഹൃദ്യമാക്കുന്നതാണ് ഈ ഫിഷ് കറി. കാരണം അതിനൊരു ചെറിയ പുളിയുടെ അംശം ഉള്ളത് കൊണ്ട്, മപ്പാസാണ്, അതിനൊരു പുളിയുടെ അംശം ഉള്ളത് കൊണ്ട് ആ പൊറോട്ടയുടെ മട്ടിപ്പ് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് നേർപ്പിച്ച് കളയും. അപ്പൊ അത് വളരെ ഹൃദ്യമായ ഇറച്ചി കുറച്ചുകൂടി ഈ ആ മട്ടിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പക്ഷെ മീനാവുമ്പോൾ ഒരിക്കലും ആ മട്ടിപ്പ് നമുക്ക് ഫീൽ ചെയ്യല. ഒരു പുളിരസം ഉള്ളത് കൊണ്ട് അതൊരു ഹൃദ്യമായ ടേസ്റ്റ് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. നിങ്ങൾക്കും അത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം. എപ്പോഴെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴോ വീട്ടിൽ ഫിഷ് കറി ഇതുപോലെ തേങ്ങ അരിച്ചോ അല്ലെങ്കിൽ മപ്പാസായിട്ടോ ഉണ്ടാക്കുമ്പോൾ
പൊറോട്ട കൂട്ടി ഒന്ന് കഴിച്ചു നോക്കുക. അത് വളരെ ഒരു ഹൃദ്യമായ അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി കഴിക്കാം. നല്ല ഫിഷ് കറിയാണ്. ഫിഷ് കറി മേടിക്കാൻ പോയത് ഒരു ചരിത്രമാണ്. വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മള്. ഫിഷ് കറി മേടിക്കാൻ പോയതല്ല, ഫിഷ് മേടിക്കാൻ പോയത്. ആ നല്ല ഫിഷ് എടുത്തില്ലല്ലോ അപ്പൊ. ഫിഷ് എടുക്ക്. ആ അമ്മ ഇങ്ങനെ വന്നുണ്ട്. എനിക്ക് ദേഷ്യം വന്നാലോ. ഫിഷ് എടുത്തു. ഇനിയിപ്പോ അതല്ല കലത്തിലുണ്ട്. ഞാൻ അവിടെ കലത്തിലെടുത്തോളൂ. അമ്മ കലത്തിന്ന് നേരിട്ട. ഇതൊന്നും പോരാന്നാ പറയണേ. ക്യാമറ പൊറോട്ടയും ഫിഷ് കറിയും കൂടെ ഒരു നല്ല കോമ്പിനേഷൻ. കഴിച്ചിട്ടില്ലാത്തവർക്കൊന്ന് പരീക്ഷിക്കാം. നല്ല ചൂട് പൊറോട്ടയും ചൂട് ഫിഷ് കറിയും. അതെ, കിളി വരെ അംഗീകരിച്ചു. അതെ അതെ അതെ. ഇത് കണ്ടിട്ട് എത്ര പേർക്ക് പൊറോട്ടയും ഫിഷ് കറിയും കഴിക്കാൻ തോന്നിയവരുണ്ടോ എന്ന് പറയണം കേട്ടോ. പൊറോട്ട ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഫിഷ് കറി ഇവിടെ ഉണ്ടാക്കി. അതെ, ഫിഷ് മേടിക്കാൻ പോയതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത് കമ്മിങ് സൂൺ ആണ്. ഉഗ്രന. ഏഹേ അമ്മ ഇന്ന് പതിവില്ലാതെ മീൻ കഷ്ണോമിന്റെ എടുത്തല്ലോ. മീൻ കഷ്ണവും ഇതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു. നന്നായി. അമ്മേനെ കൊണ്ട് ഏറ്റവും വലിയ മീൻ കഴിപ്പിക്കണോന്ന് പറഞ്ഞ അപ്പ ഇരുന്നത് കേട്ടോ. നടക്കില്ല, അതൊന്നും ആരുടെയും നടക്കില്ല. ഒരെണ്ണം മുഴുവൻ എനിക്ക് വേണ്ട കേട്ടോ. കാൽ ഭാഗമല്ലോ ഞാൻ എടുക്കാം. കാൽ ഇതിലുണ്ട് കേട്ടോ, സാധനമുണ്ട്. അപ്പഴേ ഞാൻ പറഞ്ഞു അമ്മ കഴിക്കില്ലാഞ്ഞിട്ടാട്ടോ. വയറിന് അത്ര കംഫർട്ട് അല്ല അമ്മയ്ക്ക്. പുറത്തെ ആഹാരങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. കുറവാ. വെജിറ്റേറിയൻ കഴിക്കും കേട്ടോ. അതെ, വെജ് കഴിക്കും. അപൂർവമായിട്ട് നോൺ വെജ് അങ്ങനെ കഴിക്കാറുള്ളത് കൊണ്ടാണ്. ഈ ടേബിൾ മാറ്റ് വന്നപ്പോ നല്ല ശോഭ. പക്ഷെ ഇന്നലത്തേനൊരു പ്രത്യേക എലഗൻസ് ആയിരുന്നു. ആ ബ്ലൂ കളർ. ഇന്നിപ്പോ സപ്പർ ആയതുകൊണ്ടാ ഞാൻ ഇത് തിരിച്ചിട്ടെ. ഈ പടത്തിന് സപ്പറിന്റെ ഒരു ഫീല് വരുന്നുണ്ട്, അതുകൊണ്ടാ. മറ്റത് ഈവനിങ് ടീയുടെ ഒപ്പം. ആ തിരിച്ചിട്ടേക്കണ ഓരോരോ പലതും എല്ലാം തന്നെ രണ്ടു വശം ഉള്ളാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേന്ന് പറയണോ കേട്ടോ. ഇതാണോ മറ്റേ പഴക്കൊലയുടെ ആണോ ഇഷ്ടപ്പെട്ടേന്ന്? അപ്പൊ ഞാൻ പണ്ട് മേടിച്ചേക്കണം എത്ര നാൾ ഇട്ടോണ്ടിരുന്നത്. അത് സൂപ്പറാ. അതും അടിപൊളിയാ. മുള്ളൊക്കെ നോക്കി കഴിക്കണം. എന്നാ കൊച്ചുള്ളയാ. മുള്ളു നോക്കി കഴിക്കണമെന്ന് എത്ര പ്രാവശ്യം മുള്ളു കളഞ്ഞു തന്നേക്കണേ പറഞ്ഞ പാർട്ടി. ആ ആളോടാണ് ഈ ചോദിക്കണേ. വയസ്സാകുമ്പോ ഇതൊക്കെ പറഞ്ഞോളാം. ഇപ്പോഴേ പറഞ്ഞ് പഠിപ്പിക്കണ്ട എന്നെ. കുറച്ചുകൂടെ കഴിയുമ്പോ പറഞ്ഞു തരേണ്ടി വരും. അപ്പൊ 7:30 കൊണ്ടുവന്നേ. അത് കുഴപ്പമില്ല. അവിടെ ഇരിക്കുന്ന ക്യാഷിലെ പയ്യന് നല്ല പരിചയമില്ലാതാ. മറ്റേ ഇത് കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ കരുത്തി നിർത്തോളാം. കേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു വന്നിട്ട്. എല്ലാത്തിന്റെ കൂടെ പോകുന്നത്. ബ്രെഡിന്റെ കൂടെ പോവും, പൊറോട്ടയുടെ കൂടെ പോവും, ചപ്പാത്തിയുടെ കൂടെ പോവും, ചോറിന്റെ കൂടെ വരെ പോവും. അപ്പൊ ഞാൻ ഓൾറെഡി ഒരെണ്ണം കഴിച്ചതാണ്. അപ്പൊ വീണ്ടും അമ്മ എനിക്ക് ഒരെണ്ണം കൂടി എടുത്ത് ഇട്ടേക്കുവാണ്. പക്ഷെ ഞാൻ ഒരെണ്ണം കഴിക്കാനുള്ള പ്ലാൻ എനിക്ക് ഇല്ല കേട്ടോ. ദേ വീണ്ടും ഒഴിച്ചോണ്ടിരിക്കുക കണ്ടോ. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു അരഭാഗം ഞാൻ അമ്മയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനിലാണുള്ളത്. ഒരെണ്ണം മൊത്തം ഞാൻ കഴിക്കില്ല. അപ്പൊ നമുക്ക് കഴിക്കാൻ. ഇനി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു അല്ലേ? നീ കഴിക്കാൻ ചൂടാറിയ കൊള്ളൂല. മുള്ളു ശരിക്കും ദുർബല.
ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചു. വളരെ ദുർബലമായിട്ടുള്ള മുള്ള. ഇത്തവണ അങ്ങനെ ഹാർഡ് മുള്ള അല്ല. ഇത് മുഴുത്ത ഇതിന്റെ പീസാണ്, മുഴുത്ത മീൻ്റെ. അപ്പോഴേക്ക് തരണം. വലിപ്പവും കുറവായിരുന്നല്ലോ അപ്പൊ അതിന്റെ അത് ഒരെണ്ണം മുഴുത്തല്ലേ, അതിന്റെ പീസാണ്. പൊറോട്ട സാമ്പാറൊക്കെ കഴിക്കും ആൾക്കാർ. മീൻ കഴിക്കുമ്പോ ഉണ്ടല്ലോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിന്റെ മുള്ള. പ്രത്യേകിച്ച് ഈ മീൻ്റെ കരിമീൻ അത് ഇച്ചിരി ഡേഞ്ചർ ആണ്. ശ്രദ്ധിച്ച് കഴിക്കണമെന്നേ ഉള്ളൂ, പിള്ളേർക്കൊന്നും കൊടുക്കരുത്. 1 കിലോ 650 രൂപ അല്ലേ? 700 ഗ്രാമാണോ? 750. ഞാനും കഴിക്കുവാണ്. സൂപ്പറാ. ഞാൻ നേരത്തെ കഴിച്ചത് കാരണം പിന്നെ ഒന്നും പറയാനില്ല. വളരെ ഡെലീഷ്യസ് ആണ്. ഞങ്ങൾ എല്ലാവരും കഴിക്കുവാണ്. നിങ്ങളും ഫുഡൊക്കെ കഴിക്കുക. നിങ്ങൾ കാണുന്നത് ഉച്ച സമയത്തായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ലഞ്ച് കഴിച്ചിരിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്ക് ഊണിന് ഞങ്ങൾ ഈ കറി എടുത്തായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ഫുഡിങ് ടൈം. അതെ, ഹാപ്പി ഡിന്നർ എന്ന് പറയുന്നില്ല, ഹാപ്പി ഫുഡിങ് ടൈം. അപ്പൊ എന്നെ കരിമീൻ കഴിക്കാതെ വെച്ചേക്കണേ അവസാനം. ഓ, കരിമീൻ മാത്രമായിട്ട് കഴിക്കാൻ. ചോറൊക്കെ കൂട്ടിയത് കഴിച്ചു. ഒരു തലയിരിപ്പുണ്ടല്ലോ അവിടെ. ഇപ്പൊ വേണോ? എനിക്ക് തലയൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, അപ്പടി മുള്ള ഇല്ല, ഒരുപാട് സമയം എടുക്കും. 2 പേരും കൂടെ തിന്നു. വേണ്ടെന്ന്, എനിക്ക് തലയോട് വലിയ താല്പര്യം ഇല്ല. ഫുള്ള് മുള്ളായിരിക്കും അതിനകത്ത്. അപ്പൊ തലയെടുത്തു. എനിക്ക് തല അങ്ങനെ വേണമെന്ന് വലിയ പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ല. പീസിരിക്കുന്ന നാളെ പറയാം. രാവിലെ ഇടും ഇതിന്റെ കൂടെ. 6 മണി അതിനോട് കഴിച്ചു വെച്ചത്. പക്ഷെ ഇളക്കിയതാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ, ചീത്തയാവും. അമ്മ കുറച്ച് പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. മറ്റേ തലയെല്ലാം കഴിഞ്ഞോ? നാളെ ഉച്ചയ്ക്ക് തരും. ഞാൻ ഇങ്ങനെ വാല് ഇത്രയും നീളത്തിലുള്ള വാലുകളും മറ്റേതിൻ്റെയൊക്കെ കുഞ്ഞു തലയാണ്, 2 തലയും കൂടെ വെട്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നാളെ വറക്കൂന്നേ. മുള്ളായിരിക്കും അപ്പടി, എന്നാലും ഇതിലിടാനില്ലായിരുന്നു. അത് വറക്കാനാണ് അപ്പൊ അമ്മയുടെ പ്ലാൻ. പീസൊന്നും പറയാനൊന്നും ഇല്ലാതെ തല ചുമ്മാ കടിച്ച് തിന്നാനുള്ള ഇതേ ഉള്ളൂ. വാലും വറുത്ത വാലെന്ന് പറയാനും ഉള്ളത്, പറയാൻ മാത്രമൊന്നുമില്ല. ഓരെണ്ണല്ലേ വലുതുണ്ടായിരുന്നു. ഈ പൂമീൻ നല്ലതാണോ? പൂമീൻ എന്നാ പ്രശ്നം, മുള്ളുണ്ടോ? പൂമീൻ ടേസ്റ്റ് ഇല്ല. രുചിയില്ല. ആണോ? പണ്ടത്തെ മീനാണ് അതൊക്കെ, ടേസ്റ്റ് ഇല്ല. കാളാഞ്ചിയാ ഉഗ്രൻ. ഇത് തിന്നു കഴിഞ്ഞപ്പോ നിനക്ക് തോന്നിയില്ല രുചിയുടെ വ്യത്യാസം? അതെ. മറ്റത് മറ്റേ ഭൂമിയിൽ പോലെയുള്ളതിന് മുറുക്കവും കൂടുതലാണ്, ഇറച്ചിക്ക് മീറ്റിന് സോഫ്റ്റ്നെസ് ഇല്ല. പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല കഴിക്കാൻ, അത്രേ ഉള്ളൂ. തിരുതയോ? തിരുത കായൽ തിരുതയാണെങ്കിൽ സൂപ്പർ അല്ലേ? ഇന്ന് നമ്മള് കണ്ടില്ലേ, ഇന്ന് അവിടെ കണ്ട തിരുത ഒരു 2 കിലോ എങ്കിലും. ഓ, അതിന് കായലും കടലും ഒക്കെ ഉണ്ടോ? ഏഞ്ചൽ കണ്ടാ വിടൂലായിരുന്നു. ഹെഡാണ്. മീനിന്റെ ഹെഡിന് എന്നാ പ്രത്യേകത? എനിക്ക് എല്ലാ മീനിന്റെ ഹെഡുകൾ ഇഷ്ടമാണ്. എന്താ അതിന്റെ കാരണം? ഭയങ്കര രുചിയാകും. ആണോ? എനിക്കങ്ങനെ പ്രത്യേകതകളൊന്നും ഇല്ല കേട്ടോ. എനിക്കിപ്പോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഹെഡ് കഴിച്ചവർക്ക് ഹെഡ് ഭയങ്കര അപ്പഴീ മുള്ള അതിനകത്ത് കൊറേ ഇങ്ങനെ നോക്കി നോക്കി തിന്നണം. എനിക്ക് അത്രയും നോക്കി നോക്കി തിന്നാൻ വലിയ താല്പര്യമില്ല. നിറയെ കൊറേ ഇങ്ങനെ കുനുകുനൂന്നുള്ള മുള്ളുകളുണ്ടാവും. അതിങ്ങനെ നോക്കി തിന്നാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു യജ്ഞം, ഒരു ടാസ്ക് ആയിട്ട് ഈ ഉച്ചയ്ക്ക് വെച്ച് വൈകുന്നേരം ആവണം. അതെ, ഇപ്പൊ ഈ വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും രുചി. ഉച്ചയ്ക്ക് ഇതിന് ഇത്രയും രുചി ഉണ്ടാവില്ല. കരിമീൻ പുഴയിലാണോ അതെയോ കടലിലുണ്ടോ? പുഴയല്ലേ, കടലിലില്ല അല്ലെ കരിമീൻ. ഇത് മുറിഞ്ഞ പുഴയിൽ പിടിക്കുന്നതായിരിക്കും അല്ലേ മിക്കവാറും. അല്ല, ഇത് അഴീക്കലിന്ന് കൊണ്ടുപോകാനാ പറഞ്ഞേ. അത് ഒരു കടപ്പുറ, അഴീക്കൽ. എനിക്ക് തോന്നണേ ആ ഭാഗത്താ, ആ ഭാഗത്ത് എവിടെയോ ആണ്. നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയും ഉണ്ട്. എങ്ങനെയുണ്ട് തല? അമ്മയ്ക്കും അങ്ങനെ വലിയ പ്രിഫറൻസുകൾ ഇല്ലെന്ന്. ഈ പർട്ടിക്കുലർ വെപ്പിന്റെ തലയാണ് കൂടുതൽ രുചി. ഈ തേങ്ങാപ്പാല് ചേർന്നതിന്റെ
മറ്റേ മുളകാറിന്റെയും അപ്പം ഇടയ്ക്ക് കഴിക്കണ കാണാലോ. ഇടയ്ക്കല്ല, എനിക്ക് തല എപ്പോ തന്നാലും ഞാൻ കഴിക്കും. സാധാരണ എല്ലായിടത്തും തലക്ക് തല്ലാന്ന് കേട്ടോട്ടുണ്ട്. ഇവിടെ ആർക്കും തല വേണ്ട. അപ്പക്ക് തല ഇഷ്ട. പണ്ട് തലയായിട്ട് ഇവിടെ മേടിച്ചോണ്ട് വന്നു. എനിക്ക് ഓർമ്മയുണ്ട് തലക്കറി നമ്മള് വെച്ചത്. എനിക്ക് പക്ഷെ അപ്പടിയും ഫുള്ളായിട്ടാ തോന്നിയ. ഞാൻ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്നത് വെക്കാൻ. ഞാൻ പറഞ്ഞതാ മീൻ മേടിച്ചോണ്ട് വരിക വെക്കും. അതെന്നെ അമ്മക്ക് ഇത്ര രോഷം. രോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു നേരം കൊണ്ട് തീരും. മീനാ മേടിക്കണമെങ്കിൽ കറി വെച്ചാൽ 2-3 നേരം ഇരിക്കണം ചട്ടിയിലവിടെ. പിന്നെ വേറെ കാണണം. അല്ല പിന്നെ വേറെ ഒരു ഉലർത്തോ തോരനോ ഏതെങ്കിലും ആ കൂടാ. അല്ലാതെ ഒന്നും മീൻകറി വെക്കാൻ അമ്മേനെ കിട്ടൂല. ഒരു നേരം കൊണ്ട് മീൻകറി തീർന്ന കാര്യം നടക്കൂല മോനെ. പണി എത്ര എടുത്താലാ പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി തലക്കറി വേണ്ട. തലക്കറി ഒരു കൂട്ടം ഒരു ദിവസം കൂട്ടി സഫീഷ്യന്റ് ആയിട്ട് അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്ത് ചെയ്യാനോ കിട്ടൂലെങ്കിൽ നിർത്തിയില്ല. അതിന്റെ പകരം കൂടെ ദശപ്പ് ഇഷ്ടം പോലെ ഉണ്ടാക്കണ്ടല്ലോ. പക്ഷെ തല വേറെ മറ്റേത് വേറെ. തല ഇഷ്ടമുള്ളവർക്ക് തല എപ്പോഴും അതിനൊരു മാറ്റി വെക്കാൻ വേറെ ഒന്നും ഇല്ല. ഫുൾ മീൻ വെട്ടി മേടിക്കൂലേ, അന്നേരം അതിന്റെ തലപ്പീസ് അപ്പയ്ക്ക് തന്നെ കൊടുക്കണം. അത് പുളിയിട്ട് വെക്കണം അല്ലേ, പാല് പിഴിഞ്ഞല്ല മുളക് ചാറ് വെക്കണം. പക്ഷെ മുളക് ചാറ് വെക്കുന്നതിന്റെ തല നല്ലതാന്നാ അപ്പ പറയണേ. അത് പിന്നെ മുളക് പൊടിയും എല്ലാം കൂടെ ആകുമ്പോ മൊത്തത്തില് ടേസ്റ്റ് ചെയ്യാം. ഞങ്ങളത് വരച്ചു കഴിയും എന്ത് പാട് കഴിച്ചല്ലേ. ഞാൻ മുള്ളു കൈ കുത്തി കയറാവെ. ഇതിന്റെ മുള്ള് ഷാർപ്പാ, കാരണം കുത്തി കയറാൻ ടെൻഡൻസി കൂടുതലാണ്. പക്ഷെ ഇത്തവണത്തേന് ഇച്ചിരി ദുർബലത ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുത്തി കയറുമ്പോ നല്ല വേദന ഇടും. ഞാൻ ആ ക്ലീൻ ചെയ്ത പ്രേക്ഷകർക്ക് കാണാം, ഓരോന്നും ഇങ്ങനെ കലത്തിലിട്ട് ഉരയ്ക്കുമായിരുന്നു. ഇങ്ങനെ ചാള ഉരയ്ക്കും പോലെ ഉരച്ചാലേ കൈ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാനും ഓർത്തു അമ്മേനെ അങ്ങനെ കാണിച്ചു. പിന്നെ ഒട്ടും അലമ്പില്ലായിരുന്നു. അവര് നല്ല നീറ്റായിരുന്നു. ആ മീൻ ഒട്ടും ഇല്ലായിരുന്നു. നല്ല മീനായിരുന്നു. എനിക്കിത് മുളക് ചാറ് വെച്ചാലും ഇഷ്ടം കരിമീൻ. പക്ഷെ എനിക്ക് കാളാഞ്ചി കഴിച്ചതിന് ശേഷം ഞാൻ അതിനെ നമ്പർ 1 ആയിട്ട് അതേ പറയുള്ളൂ. വല്യപ്പല്ലേ എന്നാലേ വല്യപ്പടി പറഞ്ഞ ഒരു ദിവസം കാളാഞ്ചി മേടിച്ചോണ്ട് വന്നതിന്റെ പ്രതാപം എപ്പോഴും പറയണെന്ന് വലിയ ഭയങ്കര ചിരി. എന്നാലും പറഞ്ഞു കാളാഞ്ചി തന്നെയല്ലേ. പക്ഷെ അതൊക്കെ കഴിച്ചാൽ അത് കഴിച്ചതിന് ശേഷം വേറെ എന്തൊക്കെ കഴിച്ചിട്ടും വല്യപ്പ അധികം കൂട്ടൂലെങ്കിലും വീട്ടില് കാളാഞ്ചിയ മേടിക്കണം. പക്ഷെ മമ്മി പറഞ്ഞത് വളരെ നല്ല പോയിന്റ്. അത് കറക്റ്റാ, മൊരിയൂല. അത് വറക്കം ഉണ്ട്, ഡ്രൈ ആവൂല. എനിക്ക് ഇച്ചിരി ഡ്രൈ ആയിരിക്കണം വറക്കണത് ഇഷ്ടം. സോഫ്റ്റ്നെസ് അല്ല. അമ്മക്കിപ്പൊ എന്നൊക്കെ വേണം, ഡ്രൈ ആവണം. ഞാനിപ്പോ ഇതേം കഴിക്കാറില്ലല്ലോ. 2-3 നേരത്തിൽ കൂടുതലൊക്കെ കഴിച്ച വയറ് പിന്നെ ഒരു സുഖമില്ല. അത് കാരണം കൂടുതലും വെജാ കഴിക്കണം. മുട്ട കഴിക്കും, അതിന് കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ കഴിക്കുന്നത് നൈറ്റിലാണ്. പക്ഷെ നിങ്ങൾ കാണുന്നത് ഉച്ചയ്ക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഗുഡ് നൈറ്റ് ആണ് ഇപ്പൊ പറയണത്. നൈറ്റ് ആയതുകൊണ്ട് കേട്ടോ. ശുഭരാത്രി. ഓക്കെ. ഇന്ന് ജൂലൈ 20 ശനി. ബൈ. അപ്പൊ ഇന്ന് ഹെർഷേസ് കിസസ് ആണോ കഴിക്കണേ? അതെ. റിങ്കു ഉണ്ടോ? സാധാരണ ഞാൻ പോപ്പിൻസ് ആണ്. 70 പീസസ് ഉണ്ട് അതില്. റിങ്കു കൊണ്ടുവന്ന സ്വീറ്റ് ആണ്. അപ്പൊ ഇനി അത് തീരുന്നവരെ കഴിക്കാമെന്ന് വിചാരിച്ചു. പോപ്പിൻസ് ആണ് ഞാൻ സ്ഥിരം കഴിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് കറക്റ്റാ ഒരാൾക്ക് കഴിക്കാൻ. എനിക്കില്ല. ഇതാണ് പ്രശ്നം. എനിക്ക് ഇതൊന്നും മതിയാവാഞ്ഞിട്ടാ. തന്നെ ഇത് നമ്മള് കഴുകി കളയണ്ടല്ലോ. ഇതില് ഒരു പീസും സ്വല്പം ഗ്രേവി ഉള്ളത് ഞാൻ ബൗളിലേക്ക് എടുത്ത് മാറ്റി. ഇത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കേടാവും. നിനക്ക് നാളെ ബ്രെഡിന്റെ കൂടെ കഴിക്കാം. പിന്നെ ബാലൻസ് വാലും തലയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമുക്ക് മുരിച്ച് വറുത്ത് ചുമ്മാ തിന്നാനെടുക്കാം. നാളെ വേറെ കറികളാണ്. അപ്പൊ നീ കണ്ടോട്ടോ. ഓഹോ, ഇതാണൊരു പ്രശ്നം. ഇപ്പൊ നമ്മള് ഒരു തവണ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോ ഒത്തിരി പേര് പറഞ്ഞു അവരും ഇങ്ങനെ ചെയ്യാറുണ്ട്, കണ്ടിട്ട് കൊതി വരണു. ലോകത്തിലെ ഏറ്റവും നല്ല മീൽസ് ആണെന്നും പറഞ്ഞു ചിലരൊക്കെ. ശരിയാട്ടോ, അതൊരു പ്രത്യേക സ്വാദാണ്. ഈ ഒരു ഉരുള കിട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തിനേക്കാളും സംതൃപ്തി നമുക്ക് ഉണ്ടാവും. ഉരുട്ടുന്നുണ്ടോ? എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ അമ്മ ഇടയ്ക്ക് അറിയാതെ ഉരുട്ടി പോകാറുണ്ട്.
ഞാൻ ഉരുട്ടി ഉണ്ണാറില്ല. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണ കേട്ട് ഉരുട്ടണം. അപ്പം ഇന്നാൾ ആരാണ്ട് വീഡിയോയിൽ പറഞ്ഞ അമ്മയുടെ ശരി കാര്യം കാണിക്കണമെന്ന് ഒരിക്കലും അല്ല കേട്ടോ. ഞാനങ്ങനെ ഉരുട്ടാറില്ല. ഇച്ചിരി ഉണ്ട് നോക്കിയാൽ നല്ല രുചിയാണ്. ഞാൻ തരും, നിനക്ക് വേണമെങ്കിൽ ഉരുട്ടി തരാം. അതായിരിക്കും നല്ലതല്ലേ, താഴെ വീഴും. കൈയൊക്കെ അല്ലേ, കൈയുടെ ഉൾഭാഗത്തേക്ക് പറ്റി പിടിക്കും. എനിക്ക് മറ്റത് വിരലിന് മാത്രം. ഇതൊന്ന് കാണിക്കട്ടെ കേട്ടോ. ഞാൻ തരും, ഫോണേലും മുട്ടോന്നുള്ളതാ. ഇതെല്ലാവർക്കും പ്രേക്ഷകർക്ക് കേട്ടോ, കൊതി തോന്നിയ എല്ലാ പ്രേക്ഷകർക്കും കരിമീൻ മപ്പാസിന്റെ ചട്ടി വടിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിക്കാം. കണ്ണും കാണാൻ മേല ഇരുട്ടായുണ്ട്. അടിപൊളിയാ, നിങ്ങൾ പറഞ്ഞു ശരിയാ കേട്ടോ. ഏറ്റവും ടേസ്റ്റി മീൽസാ. ഞാൻ തിരികടയും കൊണ്ട് വെച്ചിട്ടുണ്ട്, മാറ്റിയാലൊന്നും പറ്റാതെ. കാര്യം ഇത് കരി പിടിക്കണല്ല ഇതിലും. അപ്പൊ ഞാൻ അങ്ങ് കഴിക്കട്ടെ. അങ്ങ് എൻജോയ് ചെയ്യാം. ഇനി വേറെ ഒന്നും വേണ്ട ഇതിന്റെ കൂടെ, കറി ഒന്നും വേണ്ട. എന്തിനാ വേറെ എന്തെങ്കിലും? സൂപ്പർ വേണോ? വേണ്ട വേണ്ട, മതി മതി, ഇത് തന്നെ ധാരാളം. ഇനി എനിക്ക് വേണ്ട. ഞാൻ പിന്നെ ഞാൻ പൊറോട്ട തന്നെ തിന്നത് ഹെവി ആയല്ലോ എന്ന് ഓർത്തായിരിക്കണേ. ഇച്ചിരി നേരം നടന്നാ മതി. വേണ്ട വേണ്ട, ഇനി വേണ്ട. ഞാൻ കഴിക്കൂല. അപ്പയ്ക്ക് മറ്റേ ഇത് വേണ്ട.